കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കൌമാരക്കാരുടെയും യുവാക്കളുടെയും കായിക സ്വപ്നത്തിന് നിറം പകരാൻ മറ്റം സ്പോർട്സ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു. മറ്റം തിരുവത്ര റോഡിൽ സജ്ജമാക്കിയ അക്കാദമിയുടെ ഉദ്ഘാടനം പത്മശ്രീ IM വിജയൻ നിർവഹിച്ചു. മറ്റം സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് ജസ്റ്റിൻ കാക്കശ്ശേരി അധ്യക്ഷനായി. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് C. സുമേഷ് മുഖ്യാതിഥിയായി. സംസ്ഥാന ബാഡ്മിന്റൺ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോസ് സേവിയർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ പ്രതിഭകളെ ആദരിച്ചു. പഞ്ചായത്ത് അംഗം ജോൺ കാക്കശ്ശേരി, ശ്രീകൃഷ്ണ കോളേജ് കായിക വിഭാഗം മേധാവി ക്യാപ്റ്റൻ രാജേഷ് മാധവൻ, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മുൻ കോച്ച് PB ജയകുമാർ, ഏഷ്യൻ മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പ് വെങ്കല മെഡൽ ജേതാവ് KM ആന്റണി, സന്തോഷ് ട്രോഫി മുൻ താരം കുഞ്ഞുകൃഷ്ണൻ, ദേശീയ ഹോക്കി മുൻ താരം ടിന്നു M. ടൈറ്റസ്, ചലച്ചിത്ര സംവിധായകൻ ടോം ഇമ്മട്ടി, സ്പോർട്സ് അക്കാദമി ഭാരവാഹികളായ ബിനു K. എടക്കളത്തൂർ, ഷിജോ വർഗീസ്, PJ ജോൺസൺ എന്നിവർ സംസാരിച്ചു. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പരിധിയിലും പരിസര പ്രദേശങ്ങളിലും കായിക മേഖലയിൽ മികവ് തെളിയിച്ച വിവിധ പ്രായത്തിലുള്ള കായിക പ്രതിഭകൾ, കോച്ചുമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 1/2 ഏക്കറിലേറെ വിസ്തൃതിയിലുള്ള ഭൂമിയിൽ സജ്ജമാക്കിയ മറ്റം സ്പോർട്സ് അക്കാദമിയുടെ പ്രാരംഭഘട്ടത്തിൽ ഫുട്ബോൾ, ഷട്ടിൽ, സ്വിമ്മിംഗ്, ഇൻഡോർ ഗെയിംസ് എന്നിവയിലാണ് വളർന്നുവരുന്ന കായിക പ്രതിഭകൾക്ക് പരിശീലനം നൽകുക. അവധിക്കാലത്ത് വിവിധ കായിക ഇനങ്ങളിലും കുട്ടികൾക്ക് പരിശീലനത്തിന് സൌകര്യമുണ്ടാകും. കളിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങളൊക്കെ സെലക്ഷന് പോകുമ്പോൾ, ഞാനായാലും വിനയനായാലും സെലക്ഷന് പോകുമ്പോൾ ഞങ്ങൾ കളിക്കാൻ പിള്ളേർ മാത്രം ഉണ്ടാവുള്ളൂ സെലക്ഷന്. ഇപ്പോൾ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു അക്കാഡമിയുടെ ഒരു സെലക്ഷൻ വെച്ചാൽ ഏറ്റവും അധികം വരുന്ന പാരൻസാണ്. കാരണം കുട്ടികളുടെ കൂടെ, കാരണം ഫുട്ബോൾ അത്രയും പോപ്പുലർ ഗെയിമായി, കാരണം പൈസയ്ക്ക് പൈസ, ഫെയിം. അപ്പം അതുകൊണ്ട് പാരൻസ് എന്തായാലും വന്ന് പിള്ളേരുടെ ഭയങ്കര പ്രോത്സാഹനം കൊടുക്കണമെന്ന വലിയ കാര്യമാണ്.